ശിവേടൻ, അങ്ങയുടെ മാനേജർക്കും 190 ആളുകൾക്കുമെതിരെ കഴിഞ്ഞ ദിവസം നടത്തിയ പ്രതിഷേധ സംഗമത്തിന്റെ പേരിൽ പോലീസ് കേസ് എടുക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അത് അനുമതി വാങ്ങിയില്ല എന്നതടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടായിരുന്നു. ശരിയാണ്, നമുക്ക് ഈ പറയുന്ന ദില്ലിയിലെ കുട്ടികൾ നേരിടേണ്ടി വന്ന അതിക്രമം വെച്ച് നോക്കുമ്പോൾ, അവർ നേരിടേണ്ടി വന്ന ശാരീരികമായ അതിക്രമങ്ങൾ വെച്ച് നോക്കുമ്പോൾ, അനുഭാവം കാണിക്കുന്ന ആളുകൾക്ക് നേരിടേണ്ടി വരുന്ന നിയമപ്രശ്നങ്ങൾ അത് തുലോം ചെറുത് എന്ന് വിചാരിക്കാം. എന്നിരുന്നാൽ പോലും ഈ സമരം വിജയം കണ്ടു എന്ന് പറയുമ്പോഴുണ്ടാകുന്ന സന്തോഷം എത്രത്തോളമാണ്? തീർച്ചയായിട്ടും ചേച്ചി, നമ്മൾ മാത്രമല്ല, കേരളത്തിലെ പകുതിയിലധികം വരുന്ന ജനങ്ങൾ ഭയങ്കര സന്തോഷത്തിലാണ് ഇന്ന്. കാരണം എനിക്ക് ഓർമ്മ വരുന്നത് ബാബാ സാഹേബ് അംബേദ്കറിന്റെ ഒരു കോട്ടാണ്. വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ഒരു കടുവയുടെ ഒരു മുലപ്പാല് പോലെയാണ്. ആ മുലപ്പാല് കുടിച്ചവർക്ക് മാത്രമേ നല്ല ഉച്ചത്തിൽ ഗർജിക്കാൻ സാധിക്കുള്ളൂ. ആ വിദ്യാഭ്യാസം എന്ന് പറയുന്ന മുലപ്പാല് കുടിച്ച ഒരുപാട് വിദ്യാർത്ഥികളുടെ ഗർജനത്തിന്റെ മുന്നിൽ ഈ ഫാസിസ്റ്റ് ഗവൺമെന്റ് അല്ലെങ്കിൽ ഈ രാജ്യദ്രോഹ ഗവൺമെന്റ് ഒട്ടുമടക്കി എന്നുള്ളതാണ് നമുക്ക് വീട്ടിൽ നിന്നൊക്കെ മനസ്സിലാക്കാൻ പറ്റുന്നത്. എല്ലാവരെ പോലെ ഞാനും ഭയങ്കര ഹാപ്പിയാണ്. ഇത് ഇവിടെ തന്നെ നിൽക്കുന്ന ഒരു കാര്യം. ഇപ്പോ ഈ കാര്യത്തിൽ നമ്മൾ സക്സസ്ഫുൾ ആണ്. വിദ്യാർത്ഥികളുടെ ആവശ്യം ഗവൺമെന്റ് നിറവേറ്റി തന്നിരിക്കുന്നു. പക്ഷേ ഇത് നമുക്ക് തരുന്ന ഒരു വലിയ പാഠം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഫാസിസ്റ്റ് ഗവൺമെന്റ് നമ്മളെ ഭയന്നിരിക്കുന്നു എന്നുള്ള കാര്യത്തിൽ ഒരു മടിയും വേണ്ട. ഇതേ വിദ്യാഭ്യാസം മുലപ്പാല് കുടിച്ച ജനങ്ങള് ഈ ഫാസിസ്റ്റ് ഗവൺമെന്റിനെ ഒരു നാൾ തെരുവിൽ വെച്ച് നേരിടും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമുള്ള ചേച്ചി. ഐ എം സോ ഗ്ലാഡ്. എല്ലാവരെയും പോലെ ഞാനും ഭയങ്കര ഹാപ്പിയാണ്. വളരെയധികം നന്ദി ഞങ്ങളോട് സംസാരിച്ചതിന്. തെരുവിൽ വെച്ചു തന്നെയാണ് സർക്കാരിന്റെ മിഷണറിയോട് ഈ നാട്ടിലെ യുവത്വം പോരടിക്കുകയും ചെയ്തത്. ഡിബേറ്റ് വിത്ത് മാധു സജി.